السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, യുവാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും, ഈ സദസ്സ് സംഘടിപ്പിച്ചവർ, ഇതിന് നേതൃത്വം നൽകുന്നവർ, ഇതിനെ സഹായിക്കുന്നവർ, അള്ളാഹു പൊരുത്തപ്പെട്ട അവന്റെ ഇഷ്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളും ക്രമക്കേടുകളും അള്ളാഹു പുറത്തു തന്ന് ഇനിയുള്ള ജീവിതം അവന്റെ താഴത്തിലും പൊരുത്തത്തിലുമായ ആഫിയത്തോടുകൂടി ആയുസ്സ് നേടിത്തരുമാറാവട്ടെ. നസൂഹായ തൗബയും കാമിലായ ഈമാനും തന്ന് ആഖിബത്ത് നന്നായിട്ട് മരിപ്പിക്കുകയും സ്വർഗത്തിൽ അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കുടുംബസമേതം നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് സമയം ദീർഘിച്ചതുകൊണ്ട് ദീർഘമായ ഒരു പ്രഭാഷണത്തിൽ ഉദ്ദേശിക്കുന്നത് വലിയൊരു മഹത്തായ മജ്ലിസാണ്. ഈ രാജ്യത്ത് പണ്ടുകാലത്ത് സംഭവിച്ച വലിയ ഒരു വിപത്ത് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ റാത്തീബ് നടത്താൻ നേർച്ചയാക്കി പ്രഖ്യാപിച്ചതോടുകൂടി ഇവിടെ നിന്ന് ആ ആഫത്ത് നീങ്ങിപ്പോവുകയും ആ റാത്തീബ് തുടർന്നു വരുന്നത് കൊണ്ട് പിന്നീട് ആ ആഫത്ത് അനുഭവപ്പെട്ടിട്ടില്ല എന്നതുമാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പല ആഫത്തുകളും അല്ലാഹു തആല ആ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ട്, മദദ് കൊണ്ട് നമുക്ക് കാവൽ നൽകാറുണ്ട്. മങ്കൂസ് മൗലൂദ് അതുപോലെ ഒരു ആഫത്തിന്റെ സന്ദർഭത്തിൽ രചിക്കപ്പെട്ടതും കേരളത്തിലും മറ്റു നാടുകളിലുമൊക്കെ മാരകമായ രോഗം പടർന്നു പിടിച്ചപ്പോൾ അത് ഓതൽ പതിവാക്കി അനുഭവപ്പെട്ടതുമാണ്. എന്റെ കുട്ടിക്കാലങ്ങളിൽ സാധാരണ വീടുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ 41 മങ്കൂസ് മൗലൂദ് നേർച്ചയാക്കുന്ന ഒരു പതിവുണ്ടായി. പഴമക്കാരായ കാരണവന്മാർ ഇന്നും ആ ആചാരം നിലനിർത്തി പോരുന്നവരുമാണ്. എന്ന പോലെ ഈ രാജ്യത്തിന്റെ, നമ്മുടെ മഹല്ലത്തിന്റെ കാവലാണ് ഈ മഹത്തായ റാത്തീബ് മജ്ലിസ്. അതിനോട് കൂടുതൽ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് അത് ഇവിടെ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത വിധത്തിൽ നിലനിർത്തുന്നത് ഈ മഹല്ലത്തിന്റെ, ഈ പ്രദേശത്തിന്റെ, ഇവിടെയുള്ള ഓരോ മുസ്ലിം വീടുകൾക്ക് സുരക്ഷയാണ്. അത് ഓരോ മുഅ്മിനിന്റെ ഹൃദയത്തിലും ഉണ്ടാകണമെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാനിവിടെ വഅദിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഞാൻ പലപ്പോഴായി ചോദിച്ചു, ഞാൻ എന്തു വിഷയമാണ് പ്രസംഗിക്കേണ്ടത്. ഒരുപാട് വിഷയങ്ങൾ പലരും ആവശ്യപ്പെട്ടു. അതെല്ലാം കൂടി പറയാൻ എന്തായാലും കഴിയില്ല. പല വിഷയങ്ങളും പല റൂട്ടിലാണ്. അതെല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞാൽ പ്രസംഗം ഒരു നിലക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നോട് പ്രധാനമായും ആവശ്യപ്പെട്ടത് ഇസ്രാ മിഅ്റാജ് പറയണം എന്നാണ്. അതിന്റെ ദിവസവുമാണ് നാളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് പോയ ഒരു അത്ഭുത യാത്ര നടത്തിയ ദിവസമാണ് വരാനിരിക്കുന്ന രാത്രി. അതുകൊണ്ട് ഏറ്റവും അവസരോചിതമായ വിഷയമാണ് ഇസ്രാ മിഅ്റാജ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ തങ്ങൾക്ക് ഏറ്റവും ഷറഫാക്കപ്പെട്ട ദിവസവും മിഅ്റാജിന്റെ രാത്രിയാണ്. ഉമ്മത്തികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ്? നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം റബീഉൽ അവ്വൽ 12-ാം രാവാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം.
ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠത മുഅ്മിനീങ്ങൾക്ക് നബിതങ്ങളെ പ്രസവിക്കപ്പെട്ട രാത്രിയാണ് റബീഉൽ അവ്വൽ 12-ാം രാവ്. ഉമ്മത്തികൾക്ക് അതാണ് എങ്കിൽ നബിതങ്ങൾക്ക് ഏതാണ്? അള്ളാഹുവിന്റെ റസൂലിന് മിഅ്റാജിന്റെ രാത്രി, തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി മിഅ്റാജിന്റെ രാത്രി. അതെന്താ കാരണം? മറ്റൊന്നുമല്ല, മുഅ്മിനായ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ എത്തിയാൽ അവന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കാണുക എന്നതാണ്. അള്ളാഹുവിനെ കാണൽ. സ്വർഗീയ അനുഭൂതികൾ അനുഭവിച്ച് സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ അവന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഹുറാനികൾ, സ്ത്രീകൾ, പെട്ടെന്നൊരു പ്രകാശം സ്വർഗത്തിൽ കാണപ്പെടും. അപ്പോൾ ആളുകൾ എന്താണ് ആ പ്രകാശം? വല്ലാത്തൊരു സൗന്ദര്യമുള്ളതാണല്ലോ എന്ന നിലക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഹൂറാനിയാണോ, അവരുടെ സൗന്ദര്യമാണോ? അപ്പോഴാണ് അള്ളാഹു അവരിലേക്ക് പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. അതിന്റെ പ്രകാശമാണ് ആ കണ്ടത്. അതോടുകൂടി സ്വർഗത്തിലെ എല്ലാ അനുഭൂതികളും മറന്നുപോകും അള്ളാഹുവിനെ കാണാനുള്ള ഭംഗി കൊണ്ട്. പിന്നെ സ്വർഗത്തിലെ ഒരു മനോഹരിതയും ആർക്കും ഒരു പ്രശ്നമല്ല. എല്ലാറ്റിലും മേലെ അള്ളാഹുവാണ്. മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിലെത്തിയാൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിനെ കാണുക എന്നത്. ദുനിയാവിൽ വെച്ച് അത് കാണാൻ സാധ്യവുമല്ല. ഒരു മനുഷ്യൻ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ, റഅയ്തുല്ലാഹ ഇയാനൻ, ഞാൻ അള്ളാഹുവിനെ കണ്ടു എന്നൊരാൾ പറഞ്ഞാൽ ഇസ്ലാമിക് സൊസൈറ്റിയിൽ നിന്ന് അവൻ പുറത്താണ്. അവൻ മുസ്ലിം അല്ല, പിന്നെ അവൻ മുർത്തദ്ദാണ്. ഇസ്ലാമിന് ഓർത്തു ഞാൻ അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞു. ദുനിയാവിൽ വെച്ചൊരാളും അള്ളാഹുവിനെ കാണൂല. കാണുമായിരുന്നെങ്കിൽ അതിന് ഏറ്റവും വലിയ ചാൻസ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിന് ആകുമായിരുന്നു. കാരണം മൂസാ നബി അലൈഹി സ്വലാം ആവശ്യപ്പെട്ടു, റബ്ബി അരിനീ അൻദുർ ഇലൈക്, പടച്ചവനെ നിന്നെ എനിക്കൊന്ന് കാണിച്ചതാ, ഒന്ന് കാണട്ടെ. അല്ലാഹു തആല പറഞ്ഞു, ഫൻദുർ ഇലൽ ജബൽ, ആ പർവതത്തിന്റെ മുകളിലേക്ക് നോക്ക്. തൂരി സീനാ പർവതത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ പർവ്വതം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്നെ കണ്ടേക്കാം. ആ പർവ്വതത്തിന്റെ മുകളിൽ എന്തോ ഒരു നൂർ തജല്ലിയാത്ത്, ഒരു പ്രകാശം വന്ന് അടിച്ചപ്പോൾ പർവ്വതം കിടുകിടാ വിറക്കുകയും മൂസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി വീഴുകയും ചെയ്തു. കാണാൻ കഴിഞ്ഞില്ല, സംസാരിക്കാനേ കഴിഞ്ഞുള്ളൂ. നേരിട്ട് സംസാരിക്കാൻ സാധിച്ചു, കാണാൻ പറ്റിയില്ല. അല്ലാഹു തആല പറഞ്ഞു, ലൻ തറാനി, താങ്കൾക്ക് എന്നെ കാണാൻ കഴിയില്ല. ഒരാൾക്കും എന്നെ കാണാൻ കഴിയില്ല എന്നല്ല അല്ലാഹു പറഞ്ഞു, താങ്കൾക്ക് എന്നെ കാണാൻ കഴിയില്ല. എന്നെ കാണേണ്ട ആൾ ഭാവിയിൽ വരാനുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പൂർത്തീകരണം അഷ്റഫുൽ ഖൽഖിലേക്ക് അല്ലാഹു വെച്ചത്. അല്ലാഹു തആല ആർക്കും കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ ഈ ദുനിയാവിൽ വെച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അത് അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടിട്ടുമല്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനെയും മീകായിൽ അലൈഹിസ്സലാമിനെയും അയച്ചു, നബി തങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചു വിളിച്ചു കൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടതല്ല. മക്കയിലെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ 52-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ ഒരു വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ മക്കത്തെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ജിബ്രീൽ മീകായിൽ അലൈഹിസ്സലാം 2 മലക്കുകൾ കൂടി വന്ന് മുസ്തഫായ നബി തങ്ങളെ വിളിച്ചുണർത്തി മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. ആ കാലഘട്ടത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയ വാഹനം, നബി തങ്ങൾ ജീവിക്കുന്ന കാലത്ത് ഏറ്റവും വേഗത കൂടിയ ഒരു വാഹനം, ഒരു മാസം യാത്ര ചെയ്താൽ എവിടെ എത്തും? അത്ര ദൂരം. ഇന്ന് അതിനേക്കാളൊക്കെ സ്പീഡിൽ വാഹനം ഉണ്ടാകും. ഇന്നത്തെ ഒരു മാസവുമല്ല. അള്ളാഹുവിന്റെ റസൂൽ ജീവിക്കണ ആ കാലഘട്ടത്തിലെ ഒരു മാസത്തെ യാത്രയുണ്ട്, ദൂരം. ആ ദൂരം ഒരു രാത്രിയുടെ അല്പസമയം കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ എത്തി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അവിടെയുള്ള ആ അമ്പിയാക്കൾക്ക് മുഴുവനും ഇമാമായി നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ആകാശലോകത്തേക്ക് പ്രത്യേകമായ ഒരു വാഹനത്തിൽ ഉയർത്തപ്പെടുകയാണ്. ചരിത്രം വിശാലമാക്കൽ എന്റെ ഉദ്ദേശമല്ല, ചുരുങ്ങിയ വാക്കുകളിൽ അതങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആകാശലോകത്തേക്ക് ഉയർത്തി 1-ാം ആകാശത്ത് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, വാതിൽ തുറക്കാൻ. മലക്കുകൾ ചോദിക്കുന്നു, സാധാരണ ജിബ്രീൽ പോകുമ്പോ വാതിൽ തുറക്കാൻ
ഒന്നാം ആകാശത്ത് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, വാതിൽ തുറക്കാൻ. മലക്കുകൾ ചോദിക്കുന്നു. സാധാരണ ജിബ്രീൽ പോകുമ്പോ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടാറില്ല. മലക്കുകളുടെ നേതാവാണ്, തുറന്നു പോകാൻ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു പ്രത്യേകത കാണണം. ആരാണത്? ജിബ്രീൽ അലൈഹിസ്സലാം. ആരാണ് നിങ്ങളുടെ കൂടെ? മുഹമ്മദുർ റസൂലുള്ളാഹി, എന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉർസില ഇലൈഹി, ക്ഷണിക്കാൻ ആള് പോയി കൂട്ടിക്കൊണ്ടുവരികയാണോ അതോ സ്വന്തം ഇഷ്ടത്തിന് വരികയാണോ? വലിയ ഒരു പാഠമാണ് പഠിപ്പിക്കുന്നത്. പ്രധാനികളായ ആളുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുമ്പോ അവര് സമയമാകുമ്പോ നിങ്ങൾ അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് പോരലല്ല പതിവ്. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണമുണ്ടായാൽ, ഒരു മംഗലമുണ്ടായാൽ പള്ളിയിലെ ഉസ്താദിനെ ക്ഷണിച്ചിട്ടുണ്ട്, 12 മണിക്ക് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയല്ല പതിവ്. നമ്മൾ എന്ത് ചെയ്യും? ആ 12 മണിയാകുമ്പോൾ ഒരാളെ പറഞ്ഞേച്ച് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരണം, കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെയാണ് അതിന്റെ മര്യാദ. കാരണം പ്രധാനികളായ ആളുകളെ സമയമാകുമ്പോൾ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരിക എന്നതാണ് അതിന്റെ തത്വം. അത് പഠിപ്പിക്കുകയാണ് ഈ ഹദീസിൽ. ക്ഷണിക്കാൻ ആള് പോയിട്ട് വരികയാണോ അല്ല തന്റെ സ്വന്തം ഇഷ്ടത്തിന് വരികയാണോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു ഞങ്ങളെ പറഞ്ഞയച്ച് ക്ഷണിച്ച് മാന്യമായി കൂട്ടിക്കൊണ്ടുവന്നതാണ്. ആകാശലോകം തുറക്കപ്പെട്ടു. ഒന്നാം ആകാശത്ത് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. അവിടുന്ന് രണ്ടാം ആകാശത്ത് ചെന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെ. തുറക്കാൻ ആവശ്യപ്പെടുന്നു, തുറക്കുന്നു. അവിടെയുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. മുസ്തഫായ നബി തങ്ങൾ 7 ആകാശവും ഇതുപോലെ വിട്ടുകടന്നപ്പോൾ 7ാമത്തെ ആകാശം കടന്നു പിന്നീട് അങ്ങോട്ട് പോകുമ്പോ حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറയുന്നു, ഫലമ്മാ നാമൂസ് വൽ ഖൽബു ഫീ സഖഫ് അതാഹു നിദായ സയ്യിദർ റസൂലി ലാ തഖഫ് അനല്ലാഹു മിന്നി ബിത്തഹിയാതി തബ്ദഊ. ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നാൽ, ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, മീകായിൽ അലൈഹിസ്സലാം പറയാണ്, നബിയേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രവേശിച്ചാൽ ഞങ്ങൾ അല്ലാഹുവിന്റെ നൂറാനിയത്തിൽപ്പെട്ട് കരിഞ്ഞു പോകും. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ അവകാശമില്ല. വമാ മിന്നാ ഇല്ലാ ലഹു മഖാമുൻ മഅലൂം. ഞങ്ങളെല്ലാം അതിർത്തി നിശ്ചയിക്കപ്പെട്ടവരാണ്. ഇവിടെ അങ്ങോട്ട് കടക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. അതുകൊണ്ട് താങ്കൾ പോയിക്കോ എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം ഭയന്ന് പിന്മാറുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പോകുന്നു. ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പിന്മാറി. എന്താണ് സിദ്റത്തുൽ മുൻതഹ? സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന്? സിദ്റ എന്ന് പറയുന്നത് ഒരു മരത്തിന്റെ പേരാണ്, എലന്ത മരം. മുൻതഹ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തുള്ളത് എന്നാണ്. അങ്ങേ അറ്റത്തുള്ള എലന്ത മരം എന്നാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ. ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅ്വാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഖൽ വമാ തഗാ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയുടെ സമീപത്തെത്തിയപ്പോൾ, അങ്ങേയറ്റത്തെ എലന്തമരത്തിന്റെ അടുത്തെത്തിയപ്പോൾ മരം വെച്ചിട്ടുള്ളത് അങ്ങേ അറ്റത്തെ അതിർത്തിയിൽ വെച്ച മരം. എന്താണ് ആ അതിർത്തി? അതൊരു ബൗണ്ടറിയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്ഥലം വാങ്ങിച്ചാൽ ഒരു 50 സെന്റ് സ്ഥലം വാങ്ങും. ആ 50 സെന്റ് സ്ഥലം അളന്ന് ഒരു പക്ഷേ അവിടെ കമ്പിവേലികൾ കിട്ടും, അല്ലെങ്കിൽ മതിലുകൾ ചുമരുകൾ കുത്തും, അല്ലെങ്കിൽ ചെടികൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. എന്താ അതിന്റെ അർത്ഥം? ഈ മതില് കെട്ടിയ ഈ പടവ്, ഈ കല്ലുപടുത്ത സ്ഥലം വരെ എന്റെ പറമ്പാണ്, ഇവിടുന്ന് അങ്ങോട്ട് എന്റേതറിയാം, എന്റെ സ്ഥലത്തിന്റെ ബൗണ്ടറിയാണ് ഇത് എന്നതാണ് അതിന്റെ അർത്ഥം. അറബികൾ സാധാരണഗതിയിൽ ഒരു ഭൂമി വാങ്ങിയാൽ അവരുടെ ഭൂമിയുടെ അതിർത്തിയിൽ അതിന്റെ അളന്നു നോക്കിയിട്ട് കൃത്യം ഇവിടെ അവിടെ എലന്ത മരങ്ങൾ വരിയായിട്ട് കുത്തും. ഈ എലന്തമരം കണ്ടാൽ മനസ്സിലാക്കാം, ഈ എലന്തമരം കുത്തിയ സ്ഥലം വരെ ഇയാളുടെ പറമ്പാണ്, അവിടെ അങ്ങോട്ട് ഇയാളുടെ പറമ്പല്ല. അതാണ് അങ്ങേയറ്റത്തുള്ള എലന്തമരം. അറബികൾക്ക് പരിചയമുണ്ടത്. ഈ പരിചയമുള്ള വാക്ക് അല്ലാഹു തആല പറയാം. ഏതാണ് ഈ അങ്ങേയറ്റം? അത് ദുനിയാവിന്റെ ബൗണ്ടറിയാണ്.
ഈ എലന്ത മരം നിൽക്കുന്നത് ദുനിയാവിന്റെ ബൗണ്ടറിയിലാണ്. അവിടെ വരെ ദുനിയാവിന്റെ അതിർത്തിയാണ്. അവിടെ അപ്പുറം ആഖിറത്തിന്റെ ബൗണ്ടറിയാണ്. ആഖിറത്തിന്റെ ബൗണ്ടറിയിലേക്ക് മരണത്തിന് മുമ്പ് ഒരാൾക്ക് പ്രവേശനമില്ല. മാക്സിമം ഒരാൾ പോയാൽ എവിടം വരെ പോകാം? ഈ മരം വരെ പോകാം, സിദറാ മരം വരെ പോകാം. സിദറാ മരം ദുനിയാവിന്റെ ബൗണ്ടറിയിലാണ് ആ മരം ഉള്ളത്. അതിനപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ മരിച്ചതിന് ശേഷമേ പറ്റുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും അതിനപ്പുറത്തേക്ക് കടക്കാൻ അവകാശമില്ല. അതാണ് ഇൻദ സിദ്റത്തുൽ മുൻതഹ, അങ്ങേ അറ്റത്തുള്ള എലന്ത മരം എന്ന് പറഞ്ഞു. ആ അറ്റം ദുനിയാവിന്റെ അറ്റമാണ്. ആഖിറത്തിന്റെ ബൗണ്ടറിയാണ് അതിനപ്പുറത്തേക്ക് ഒരാളും കടന്നിട്ടില്ല, മുസ്തഫ നബി അല്ലാതെ. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും കടക്കാൻ അനുമതിയില്ലാത്ത സ്ഥലത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ അതാ പോകുന്നു. തങ്ങൾ പോയിക്കോ, ഞങ്ങൾ പിന്മാറുകയാണ്, ഞങ്ങൾക്ക് വരാൻ അവകാശമില്ല. മുസ്തഫ നബി തങ്ങൾ പോകുന്നു. പേടിക്കണ്ട നബിയെ, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളി വരുന്നു, അനല്ലാഹു മിന്നി ബിത്തഹിയാതി തബ്ദഊ. അത്തഹിയാത്ത് തുടങ്ങിക്കൊണ്ട് എന്റെ അടുക്കലേക്ക് വന്നോളൂ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന് പ്രത്യേകമായ ഒരു കാഴ്ച സമർപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്. എങ്ങനെ അടുത്തു? ദനാ ഫതദല്ലാ ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുമായി അടുത്തു. എത്ര കണ്ട് അടുത്തു? ഫകാന ഖാബ ഖൗസൈൻ. രണ്ട് ശക്തിയുള്ള ബാറുള്ള ബില്ല്, ശ്രദ്ധിക്കണേ, രണ്ട് ശക്തിയുള്ള ബാറുള്ള ബില്ലുകൾ, അമ്പൈ എന്ന വില്ല്. ആ രണ്ട് വില്ലുകൾ ഒന്നിന്റെ മീതെ മറ്റൊന്ന് കയറ്റിവെച്ച്, രണ്ട് വില്ലുകൾ ഒന്നിന്റെ മീതെ മറ്റൊന്ന് കയറ്റിവെച്ച് അത് രണ്ടിന്റെയും കൂടി നാട പിടിച്ചിട്ട് വലിച്ചു പിടിച്ചൊരു അമ്പയ്യുകയാണെങ്കിൽ രണ്ട് കൗസിന്റെ നാടകൾ, രണ്ട് വില്ലുകൾ, ഒരു വില്ലിന്റെ മീതെ മറ്റൊരു വില്ല് കയറ്റിവെച്ച് അത് രണ്ടിന്റെയും കൂടി നാട പിടിച്ച് വലിച്ചു പിടിച്ചിട്ടൊരു അമ്പയ്യുകയാണെങ്കിൽ ആ രണ്ട് നാടുകൾ എത്ര അടുത്ത് നിൽക്കുന്നുവോ ഔ അതിനാ, അല്ലെങ്കിൽ അതിനേക്കാളും തന്റെ റബ്ബുമായി അടുത്തു. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുമായി അടുത്തു. അല്ലാഹു അവിടെ അങ്ങനെ ഇരിക്കുകയാണ്, ഒരു പ്രത്യേക സ്ഥലത്ത്. മക്കാനിയായ ഖുർബല്ല, അല്ലാഹു ഒരു സ്ഥലത്ത് ഇരിക്കല്ല, എവിടെയും വെച്ചും അല്ലാഹുവിനെ കാണാം. അല്ലാഹുവിനെ കാണുന്നതിനെ തൊട്ട് നമുക്കൊരു മറയുണ്ട്. ആ മറ നീക്കി കൊടുത്തത് അവിടെ വെച്ചാണെന്നേ അത് അർത്ഥമുള്ളൂ. അല്ലാതെ അല്ലാഹു ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നല്ല. ആ തടസ്സം അല്ലാഹു നീക്കിയത് അവിടെ വെച്ച്. ആർക്കും പോകാൻ അവകാശമില്ലാത്ത സ്ഥലത്ത് വെച്ചാണ് അല്ലാഹുവിനെ കാണിച്ചു കൊടുത്തു. അല്ലാഹുവിനെ കണ്ടു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടു. തിരിച്ചു പോരും. ഇരിക്കട്ടെ, ഞാനിവിടെ വിഷയങ്ങൾ പലതും ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു തങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത്? സ്വർഗത്തിലെത്തിയാൽ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം ഈ ഭൂമിയിൽ വെച്ച് ഒരാൾക്കും കിട്ടാത്ത ഈ കാര്യം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാതെ, ആവശ്യപ്പെടാതെ അല്ലാഹു കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത് എന്തിനാണ്? അതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഒരു ഉദ്ദേശം ഈ പ്രപഞ്ചത്തിന് അല്ലാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കലാണ്. അല്ലാഹുവിന്റെ വജൂദ് സ്ഥാപിക്കലാണ്. ശ്രദ്ധിക്കണം, അറിവുകൾ മൂന്ന് തരമാണ്. ഇൽമുൽ യഖീൻ, ഹഖുൽ യഖീൻ, ഐനുൽ യഖീൻ. സാധാരണക്കാരുടെ ക്ലാസ്സിൽ പറയേണ്ടതല്ല. സാധാരണക്കാർക്ക് ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് വിശദീകരിക്കണം. അതേസമയത്ത് ആലിമീങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ പെട്ടെന്ന് ഇത് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കഴിഞ്ഞു. ഇൽമ് മൂന്ന് തരമാണ്. ഇൽമുൽ യഖീൻ, ഹഖുൽ യഖീൻ, ഐനുൽ യഖീൻ. നിങ്ങൾ ഈ സാധാരണക്കാരായ നിങ്ങൾ എന്റെ കൂടെ അല്പ ക്ഷമയോടുകൂടി ശ്രദ്ധിക്കണേ. ഒരു പർവ്വതത്തിന്റെ മുകളിൽ പുക പൊങ്ങുന്നു. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? ആ പർവ്വതത്തിന്റെ മുകളിൽ പുക പൊങ്ങുന്നിടത്ത് തീയുണ്ട്. ഇതൊരു അറിവാണ്. പർവ്വതത്തിന്റെ മുകളിൽ പുക പൊങ്ങുന്നിടത്ത് തീയുണ്ട് എന്നതൊരു അറിവാണ്. ആ അറിവ് സമ്പൂർണമാണോ? അല്ല. അതൊരാൾ ചോദ്യം ചെയ്താൽ പൊളിച്ചു കളയണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? നടക്കും. ആര് പറഞ്ഞോ പർവ്വതത്തിന്റെ മുകളിൽ പുകണ്ട്? അത് മഞ്ഞ് മൂടിക്കിടക്കുകയായിരിക്കും. നിന്റെ കണ്ണിന് തോന്നിയതാവാം. അവിടെ ഒരു പുകയില്ല, അവിടെ തീയുമില്ല. സമർത്ഥിക്കാൻ കഴിയോ അവിടെ പുകണ്ട്? അത് പുക തന്നെയാണ്? ഇല്ല. പുക ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചത് രണ്ടോ മൂന്നോ ആളുകൾ കൂടിയിരുന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. എന്തേ? അത് മഞ്ഞ് മൂടിയതല്ല, മഞ്ഞ് മൂടിയതാണ്, പുകയല്ല.
കോട ഇറങ്ങിയതാണ്, മഞ്ഞാണ് എന്ന് പറഞ്ഞാൽ സമർത്ഥിക്കാൻ ഇനി മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് ആ ഇൽമ് സമ്പൂർണമല്ല, അത് പൊളിഞ്ഞു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഈ പർവ്വതത്തിലേക്ക് ഇങ്ങനെ കേറി ചെന്ന് പർവ്വതത്തിന്റെ മുകളിലെത്തി, പുക പൊങ്ങുന്നിടത്തെത്തി. എത്തിയപ്പോൾ അവിടെ തീ ഇങ്ങനെ കത്തിപ്പൊങ്ങുന്നുണ്ട്, തീ ഇങ്ങനെ കത്തിപ്പൊങ്ങുന്നുണ്ട്. അതിൽ നിന്ന് പുക ഇങ്ങനെ പോകുന്നു. അപ്പൊ എന്തായി? തീയുണ്ട് എന്ന് മനസ്സിലായി, പുകയുണ്ട് എന്ന് മനസ്സിലായി. ഇത് രണ്ടാമത്തെ അറിവാണ്. ഞാൻ ഈ പറഞ്ഞ 3 അറിവുകളിൽ രണ്ടാമത്തെ അറിവാണ്. പക്ഷെ ഇത് രണ്ടാമത്തെ അറിവ് ഒന്നുകൂടി ആദ്യത്തെ അറിവിനേക്കാൾ ബലപ്പെട്ടതാണ്. കണ്ണോട് കാണുന്നു, തീ കാണുന്നു, അതിൽ നിന്ന് പുക പൊങ്ങുന്നത് കാണുന്നു. ഉറപ്പാണ് ഇവിടെ തീയുണ്ട്, പുകണ്ട്, എന്നാലും സമ്പൂർണ്ണമല്ല. അതെന്താണ്? എടാ, അത് ഒരു യന്ത്രവൽകൃത വസ്തുവാ. ഗൾഫിൽ നിന്നൊക്കെ എന്തെല്ലാം സാധനങ്ങൾ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ കണ്ടുപിടിക്കുന്നുണ്ട്. ചില ബൾബുകൾ കണ്ടില്ലേ നിങ്ങൾ? തീനാളം പോലെ ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കും. അപ്പൊ അത് തീനാളമാണ് എന്ന് വിചാരിക്കാൻ പറ്റൂ? അങ്ങനെ കൃത്രിമ വല്ല വസ്തുവാണെങ്കിലോ നിനക്ക് തോന്നിയതാവാം. രണ്ടാമത്തെ അറിവും ബാത്തിലായി. ചോദ്യം ചെയ്താൽ പൊളിയും. അപ്പൊ ഇവൻ എന്ത് ചെയ്ത്? ഇവൻ ആ തീയിലേക്ക് അങ്ങ് എടുത്ത് ചാടി. തീയിലേക്ക് ചാടിയാൽ എന്താ ഉണ്ടാകുക? അന്നാറു മുഹരിഖുൻ, തീ കരിക്കണ സാധനമാണ്. നാറിന് ഇഹ്റാഖ് എന്നൊരു സ്വഭാവമുണ്ട്, തീയിന് കരിക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. അതിലേക്ക് ചാടിയപ്പോൾ കരിഞ്ഞുപോയി. ഇപ്പൊ ഉറപ്പായി അവിടെ തീയുണ്ട്. ഇനി ആരെന്ത് പറഞ്ഞ കാര്യം അവിടെ തീയുണ്ടെന്ന് ഉറപ്പാണ്. അതെന്താ? അത് അനുഭവജ്ഞാനമാണ്. ഇത് മൂന്നാമത്തെ അറിവാണ്, അനുഭവജ്ഞാനം. അതിനെ പൊളിക്കാൻ കഴിയൂല, ആർക്കും അതിനെ എതിർക്കാൻ പറ്റില്ല, പൊളിക്കാൻ കഴിയില്ല. ഈ സദസ്സ് നമ്മൾക്ക് ഒരു ആചാര്യ കാണേണ്ടത്. ഇവിടെ സാധാരണ ആ സദസ്സിൽ ആചാര്യ കണ്ടില്ല. രാവിലെ എഴുന്നേറ്റ് അയാളെ കാണാൻ പോകാൻ പെട്ടെന്ന് റോട്ടുമ കണ്ട ഒരാളോട് ചോദിച്ചു, ബദ്രുവാജി അവിടെ ഉണ്ടോ? ചോദിച്ചപ്പോ ആ ഉണ്ട്, അയാൾ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അതൊരു അറിവാണ്. ആചാര്യ അവിടെ ഉണ്ടോ? ഉണ്ട് എന്നൊരു അറിവ് അയാൾ പറഞ്ഞതാണ്. സമ്പൂർണമാണോ ഈ അറിവ്? ഉറപ്പാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാനവിടെ പോയി നോക്കി, കുറച്ചും കൂടിയാണ് പോയി നോക്കാലോ എന്ന് തീരുമാനിച്ചു പോണ വഴിക്ക് ഒരാളോട് ചോദിച്ചാ ഹാജിക്ക അവിടെ ഉണ്ട്, ആ വീട്ടിൽ ഹാജിക്ക അവിടെ ഉണ്ടോ? ഇയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഹാജിക്ക സാധാരണ ഉപയോഗിക്കുന്ന കാർ അവിടെ കിടക്കുന്നുണ്ട്, ഹാജിക്കാന്റെ ചെരുപ്പ് അവിടെ മുന്നിൽ കിടക്കുന്നുണ്ട്, ഹാജിക്കാന്റെ കൊടയും വടിയും അവിടെ ഇരിക്കുന്നുണ്ട്. ഹാജി അവിടെ ഉണ്ട്, ഹാജി അവിടെ ഉണ്ട്. അദ്ദേഹം സാധാരണ ആ കാറിലേ യാത്ര ചെയ്യാറുള്ളൂ. ആൾ എവിടെ പോവാണെങ്കിലും ഒരു കുട കുത്തി പിടിക്കും, അത് വടി ഉണ്ടാവും, അത് കയ്യിലുണ്ട്, അത് അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം അവിടെ ഉണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷെ എന്നാലും അത് സമ്പൂർണ്ണമാണോ? അപ്പൊ വേറൊരാൾ പറയും, എടാ ഇന്നലെ അയാളെ മകൻ പുതിയൊരു കാർ കൊണ്ടുവന്നിട്ട് ഇന്ന് രാവിലെ ഒരു സിയാറത്തിന് പോയിട്ടുണ്ട്, അതിന് ഉദ്ഘാടനവും കൊണ്ട്, അതുകൊണ്ട് പഴയ കാർ അവിടെ ഇട്ട് പോയതാ, ആയിക്കൂടെ? അങ്ങനെ ആവാലോ? അപ്പൊ ഞാൻ അവിടെ അകത്ത് കയറി ചെന്നപ്പോ ഹാജിക്ക കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ നേർക്കുന്നേര അയാളാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഉറപ്പായില്ലേ, ഇനി അത് പൊളിക്കാൻ പറ്റുമോ? പൊളിക്കാൻ പറ്റൂല. അതാണ് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറൗന്നൽ ജഹീമ തുമ്മ ലതറൗന്ന അയ്നൽ യഖീൻ തുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ ഇൽമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അനുഭവജ്ഞാനമാണ് ഏറ്റവും വലിയ അറിവ്. ആ അനുഭവജ്ഞാനത്തെ അനുമാനജ്ഞാനം കൊണ്ട് എതിർക്കാൻ കഴിയില്ലെന്ന് ലോകം സമ്മതിച്ച സത്യമാണ്. അനുഭവജ്ഞാനത്തെ അനുമാനജ്ഞാനം കൊണ്ട് എതിർക്കാൻ കഴിയില്ല. ഈ ഒരു സദസ്സ് ഇവിടെ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. നിങ്ങൾ ഈ വഅദിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തു എന്നതും നിങ്ങളുടെ അനുഭവമാണ്, സത്യമാണ്. ഇത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. ഇന്ന് ഇവിടെ വഅദ് നടന്നിട്ടുണ്ട്, ആ വഅദിന്റെ മജ്‌ലിസിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾ ഇവിടെ എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നത്. നാളെ നിങ്ങൾ പുറത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾ നാളെ റോട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ ചെന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സുരിബായിൽ ഇന്നലെ വഅദ് നടന്നിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഒരാൾ പറയുകയാണ്, അങ്ങനെ ഒരു വഅദ് അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ? അനുഭവജ്ഞാനമാണ് നിങ്ങൾക്ക്, നിങ്ങൾ അനുഭവിച്ചതാ അവിടെ വഅദുണ്ട്. അയാള് മംഗലാപുരത്ത് വെച്ച് പറയണത് ഊഹിച്ചിട്ട് പറയാണ്, ഉണ്ടാവാൻ സാധ്യതയില്ല, അത് അയാളുടെ ഊഹമാണ്. ആ അനുമാനജ്ഞാനം അനുഭവിച്ച നിങ്ങളുടെ മുന്നിൽ വില പോകുമോ? ഇല്ല. പോയി പണി നോക്ക്, ഞാൻ അവിടെ പങ്കെടുത്തതാണ്, ഞാൻ ആ സദസ്സിൽ പോയിരുന്ന ആളാണ് എന്ന് നിങ്ങൾ പറയും. അനുഭവജ്ഞാനത്തെ അനുമാനജ്ഞാനം കൊണ്ട് എതിർക്കാൻ കഴിയും. യുക്തിവാദിയുടെ അറിവ് അനുമാനജ്ഞാനമാണ്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഇല്ല എന്ന് അവൻ പറയുന്നത് അനുമാനിച്ചു പറയാണ്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഉണ്ട് എന്നതോ അല്ലാഹു റസൂൽ കണ്ടു പറയാണ്. അല്ലാഹു ഉണ്ട് എന്ന അനുഭവജ്ഞാനമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവെന്താണ്? അല്ല, അത് രണ്ടാമത്തെ തെളിവാണ്. ഈ പ്രപഞ്ചത്തിന് അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവെന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവ്. അല്ലാഹു ഉണ്ട് എന്താ തെളിവ്? അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു കൊണ്ടുപോയിട്ട് സർവ്വമറയും നീക്കി അല്ലാഹുവിനെ നേരിട്ട് കാണിച്ചു കൊടുത്തതാണ്. അത് കണ്ടിട്ട് അനുഭവിച്ച് തിരിച്ചു വന്നിട്ട് നമ്മളോട് പറയുന്നു, അല്ലാഹു ഉണ്ട് കേട്ടോ, ഞാൻ അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്. കണ്ടു എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കാണാൻ തുടങ്ങിയതാണ് അന്ന്. അതിനുശേഷം മുസ്തഫ നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് അല്ലാഹു മറഞ്ഞിട്ടേ ഇല്ല. പരിശുദ്ധ ഖുർആൻ മാ സാഗൽ ബസർ വമാ തഗാ മാ സാഗൽ ബസർ മാ കദബൽ ഫുആദു മാ റആ മാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ. ഖുർആൻ എന്താ പറഞ്ഞത്? മാ കദബൽ ഫുആദു മാ റആ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ കണ്ടു. ഇതിന് മുലിയമാരുടെ ഭാഷയിൽ, ഉസ്താദുമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് മാദിയായ ഫീൽ എന്താ പറയുക? റആ എന്നത് മാദിയായ ഫീലാണ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ കണ്ടു. അഫതുമാറൂനഹു അലാ മാ യറാ എന്നുള്ളടത്ത് മുദാരിയ ഫീലാണ്. അഫതുമാറൂനഹു അലാ മാ റആ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ആശയം കിട്ടാൻ അത് മതി. മാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ റആ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ കണ്ടു എന്നതിൽ നിങ്ങൾ സംശയിക്കുകയാണോ? അതിനെന്ത് പറഞ്ഞാൽ മതി? അഫതുമാറൂനഹു അലാ മാ റആ മാ കദബൽ ഫുആദു മാ റആ എന്നതിനോട് യോജിപ്പ് അഫതുമാറൂനഹു അലാ മാ റആ എന്നാണ്. പക്ഷേ അല്ലാഹു പറഞ്ഞത് അഫതുമാറൂനഹു അലാ മാ യറാ എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തിനാ നിങ്ങൾ സംശയിക്കുന്നത്? അഫതുമാറൂനഹു അലാ മാ യറാ. അപ്പോൾ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ കാണാൻ തുടങ്ങി. പിന്നെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, കൺമുമ്പിൽ നിന്ന് മറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ കാണുന്ന രംഗം പിന്നെ തങ്ങളുടെ കൺമുമ്പിൽ നിന്ന് അല്ലാഹു മറഞ്ഞിട്ടില്ല. അനുഭവജ്ഞാനമാണ് അല്ലാഹു ഉണ്ട് എന്നത്. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ ആദ്യം വിശ്വസിക്കേണ്ടത് മുത്തുനബിയിലാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചെങ്കിലേ അല്ലാഹുവിലുള്ള വിശ്വാസം ശരിപ്പെടുകയുള്ളൂ. അതാണല്ലോ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 1 കോടിയല്ല 10 കോടിയല്ല എത്രയോ വട്ടം പറഞ്ഞാലും ഇസ്ലാമിലേക്ക് അയാൾ വരൂല. മുഹമ്മദ് റസൂലുള്ളാഹി പറയാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എത്രയോ കോടാനുകോടി പ്രാവശ്യം പറഞ്ഞാലും ഇസ്ലാമിൽ മെമ്പർഷിപ്പ് കിട്ടൂല. അതേസമയം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഒറ്റ വട്ടം പറഞ്ഞാൽ മതി. അതെന്താ കാരണം? അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവ് മുഹമ്മദ് റസൂലുള്ളാഹി ആയതുകൊണ്ട് കലിമത്തു ഷഹാദത്തിൽ അത് രണ്ടും കൂടി കൂടിയതാണ്. കലിമത്തു തൗഹീദ്. അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവ് എന്താ? മുഹമ്മദ് നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതാണ്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നത് അനുഭവജ്ഞാനമാണ്. യുക്തിവാദിയുടേത് അനുമാനജ്ഞാനമാണ്. ആ യുക്തിവാദിയുടെ അനുമാനജ്ഞാനം അനുഭവജ്ഞാനത്തിന്റെ മുമ്പിൽ വിലപ്പോവുകയില്ല. മിഅ്റാജിന്റെ തത്വം അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന യുക്തിവാദികൾക്ക് മുഴുവനും മറുപടിയാണ്. അല്ലാഹു ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ പോലത്തെ നബിമാർ ചോദിച്ചിട്ടും അല്ലാഹു കാണിച്ചു കൊടുക്കാതെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് നീട്ടിവെച്ചത് ഇസ്ലാമിന്റെ സമ്പൂർണ്ണത, അതിന്റെ പൂർത്തീകരണം അഷ്റഫുൽ ഖൽഖ് തങ്ങളിലായതുകൊണ്ട് തങ്ങളിലേക്ക് അത് നീട്ടിവെച്ചതാണ്. മറ്റുള്ളവരൊന്നും ചോദിച്ചിട്ട് കൊടുക്കാത്തത്. ഇത് വന്നിട്ട് എങ്ങനെ വിശ്വസിക്കണം? അല്ലാഹുവിന്റെ റസൂലിൽ എങ്ങനെ വിശ്വസിക്കണം? വിശ്വസിക്കേണ്ടത് മുത്തുനബി എന്ത് പറഞ്ഞോ ആ പറഞ്ഞത് അപ്പടി അങ്ങ് വിശ്വസിക്കണം. ഒരു സംശയത്തിനും ഇടം വരാൻ പാടില്ല. സംശയിക്കാനേ പാടില്ല. ഒട്ടും സംശയിക്കാൻ പാടില്ല. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അപ്പടി അങ്ങ് വിശ്വസിക്കണം. നമ്മുടെ ബുദ്ധിയുടെ ലബോറട്ടറിയിലിട്ട് പരിശോധിച്ചിട്ട് നമ്മുടെ ബുദ്ധി അംഗീകരിക്കുന്നുണ്ടോ എങ്കിൽ സ്വീകരിക്കുക. നമ്മുടെ ബുദ്ധി അംഗീകരിക്കുന്നില്ലെങ്കിൽ തള്ളിക്കളയുക എന്ന നിലപാട് ശരിയല്ല. അത് ഈമാനുണ്ട പണിയല്ല. യാത്ര കഴിഞ്ഞു വന്നു, മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നേരം പുലർന്നു. മക്കക്കാരോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു യാത്ര പോയി, അല്ലാഹുവിനെ കണ്ടു, ഏഴാകാശം കണ്ടു, അതിനപ്പുറത്തുള്ള സ്ഥലങ്ങൾ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, സിറാത്ത് പാലം കണ്ടു, എല്ലാം കണ്ടനുഭവിച്ചു. നാളെ പരലോകത്ത് എന്താ സംഭവിക്കുന്നത് അല്ലാഹു തആല എനിക്ക് കാണിച്ചു തന്നു. ഈ വിവരം മക്കക്കാരോട് പറഞ്ഞപ്പോൾ പരമാവധി അവർ പരിഹസിക്കുകയാണ്. അബൂജഹൽ ഉത്ബത്ത് വലീദൊക്കെ പരിഹസിക്കുകയാണ്. സ്വപ്നം കണ്ടതാണെങ്കിൽ അത് പരിഹസിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അത് അപ്പുറം കാണാം.
അപ്പൊ അത് പരിഹസിക്കേണ്ട ആവശ്യം. എന്തിനാണ് അബൂജഹലും പാർട്ടിയും പരിഹസിച്ചത്? സ്വപ്നമല്ലാതെ ശരീരം കൊണ്ടുള്ള യാത്രയാണ്, അതുകൊണ്ടാണ് അവർ പരിഹസിച്ചത്. അവരെപ്പോ തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? നമുക്ക് അബൂബക്കറിനെ സമീപിച്ചു നോക്കാം, ഇപ്പോഴെങ്കിലും അബൂബക്കറിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, എന്റെ മുഹമ്മദ് ഒരു പുതിയ വാർത്തയുമായി വന്നിട്ടുണ്ട്. എന്താ വാർത്ത? ഇന്നലെ രാത്രി അല്പസമയം കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടെ നിന്ന് ഏഴാകാശവും അതിനപ്പുറത്തുള്ള സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങി കണ്ട് അല്ലാഹുവിനെ കണ്ട് സ്വർഗവും നരകവും കണ്ട് തിരിച്ചു വന്നു എന്നാ പറഞ്ഞത്. സുബഹിക്ക് മുമ്പ് വീട്ടിൽ തിരിച്ചെത്തി എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു ആമന്തു, ഞാനത് വിശ്വസിച്ചു. ഖദ് ഫാഖ സിദ്ദീഖുൻ ബിതസ്ദീഖിൻ ലഹു വബിൽ ഉറൂജി സിദ്ദീഖ അഹ്ലഹു വലൻ തറാ ഫിന്നാസി മിൻ റഫീഖി ഔലാ ബിഹിൽ ഫളു മിനസ് സിദ്ദീഖി. അതുകൊണ്ടാ സിദ്ദീഖ് എന്ന് പേര് കിട്ടിയത്. ഒരു സംശയം അവിടെ. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞു ഞാനത് അപ്പടി വിശ്വസിച്ചു. അല്ല, നമ്മളെ ബുദ്ധിക്ക് അംഗീകരിക്കാമെങ്കിൽ നമ്മൾ വിശ്വസിക്കാം, നമ്മളെ ബുദ്ധി സമ്മതിക്കൂലെങ്കിൽ നമ്മൾ വിശ്വസിക്കൂല എന്ന് വെച്ചാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലൽ അഖൽ ആയി മാറിപ്പോകും. നമ്മൾ വഴിപ്പെടുന്നത് അല്ലാഹുവിനാവൂല, നമ്മൾ വഴിപ്പെടുന്നത് നമ്മുടെ ബുദ്ധിക്കായിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു അപ്പടി അങ്ങ് വിശ്വസിച്ചു. ആമിനൂ കമാ ആമനന്നാസ്. സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചു. എങ്ങനെയാ സഹാബത്ത് റസൂലുള്ളാഹി പറഞ്ഞത് വിശ്വസിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ മിൻബറിൽ വെച്ചുകൊണ്ട് ഒരു ദിവസം സഹാബത്തിനോട് പറഞ്ഞു, എന്തോ ഉപദേശം നൽകുക സഹാബത്തിന്. ഇജ്ലിസൂ, എല്ലാവരും ഇജ്ലിസൂ, എല്ലാവരും. ഈ ശബ്ദം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കേട്ടു. എവിടുന്ന് കേട്ടു? 2 കിലോമീറ്ററോളം ദൂരമുള്ള ബനീ തമീം ഗോത്രക്കാരുടെ കൃഷിയിടത്തിൽ, തോട്ടത്തിൽ കൃഷിക്ക് വെള്ളം കൊടുക്കുക. അവിടെ വെച്ചാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഈ ശബ്ദം കേട്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദമല്ലേ ആ കേൾക്കുന്നത്? അതെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ അവിടെ ഇരുന്നു, ആ സദസ്സിൽ അവിടെ ഇരുന്നു, ആ തോട്ടത്തിൽ അവിടെ ഇരുന്നു. നബി തങ്ങളുടെ കൽപ്പനയ്ക്ക് വഴിപ്പെടുകയാണ്. അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ചിന്തിച്ചു, മുത്തനബി മദീനത്തെ പള്ളിയിൽ സദസ്സിനോട് വഅദ് പറയാൻ വേണ്ടിയാണല്ലോ എല്ലാവരോടും ഇജ്ലിസൂ, നിങ്ങളൊക്കെ ഇരിക്കി എന്ന് പറഞ്ഞത്. എനിക്ക് ആ വഅദ് കേൾക്കണ്ടേ? കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് അവിടെ ഇരുന്നു, ഇനി എഴുന്നേൽക്കൂല. മദീനത്തെ മസ്ജിദിൽ റസൂലുള്ളാഹിന്റെ വഅദിന്റെ മജ്ലിസിലെത്തണം. അവിടെ പോയിട്ട് ഇരുന്നാ പോരെ? അപ്പൊ ഇജ്ലിസൂ പറഞ്ഞ കൽപ്പനയ്ക്ക് വഴിപ്പെടൽ നടക്കൂല. കേട്ടോടുത്ത് അവിടെ ഇരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? നിലത്തുകൂടി ചന്തിട്ട് നിരങ്ങി മദീനത്തി. നടന്നിട്ടല്ല, ചന്തിട്ട് നിരങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. കൽപ്പനയ്ക്ക് വഴിപ്പെട്ടതാണ്. നബി എന്താണോ പറഞ്ഞതിന് വഴിപ്പെട്ടതാണ്. എന്നിട്ട് ചന്തിട്ട് നിരങ്ങി മദീനത്തെത്തി. 2 കിലോമീറ്റർ ദൂരം ചന്തിട്ടിട്ട് നിരങ്ങി. അങ്ങനെ നിരങ്ങി മദീനത്തെ പള്ളിയിലെത്തി റസൂലുള്ളാഹിന്റെ സദസ്സിലെത്തി. വഅദെല്ലാം കഴിഞ്ഞതിന് ശേഷം മുത്തനബിയുടെ സമീപത്ത് ചെന്നു. യാ റസൂലല്ലാഹ്, തങ്ങൾ ഇജ്ലിസൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ബനൂ തമീം ഗോത്രത്തിന്റെ തോട്ടത്തിലായിരുന്നു. കൃഷി നനയ്ക്കുകയായിരുന്നു, ഞാൻ വെള്ളം കൊടുക്കുകയായിരുന്നു. തങ്ങളുടെ കൽപ്പനയ്ക്ക് ഞാൻ അപ്പോൾ തന്നെ വഴിപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നി ആ വഅദ് കേൾക്കണം. അതിനെന്താ മാർഗം? ഞാൻ അവിടെ ഇരുന്ന വഅദ് കേൾക്കൂല. വഅദിന്റെ മജ്ലിസിലേക്ക് ഞാൻ ഇങ്ങനെ ചന്തി കൊണ്ട് ഞെരങ്ങിയാണ് ഞാൻ പോന്നത്. മദീനയിൽ ഞാൻ എത്തിച്ചേർന്നത്. അത് തങ്ങളുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമാകുമോ നബിയെ? അതൊരു അദബുകേടായി പോയോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറയണം, എന്താ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ഒന്ന് ചിന്തിക്കണ്ടേ? ഞാൻ ഈ മദീനത്തെ പള്ളിയിലുള്ള ആൾക്കാരോടല്ലേ പറഞ്ഞത്, നിനക്കത് ബാധകമാണോ? നീ അങ്ങ് തോട്ടത്തിന് കൃഷിക്ക് വെള്ളം കൊടുക്കല്ലേ, നിനക്കത് ബാധകമാവും. ഞാൻ ഇവിടെയുള്ള മനുഷ്യന്മാരോടല്ലേ പറഞ്ഞത്, നീ ഒന്ന് ചിന്തിക്കണ്ടേ എന്നായിരിക്കും നമ്മളാണെങ്കിൽ പറയാം. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? സാദകല്ലാഹു ഹിർസൻ അലാ തഅത്തില്ലാഹി വ തഅത്തി റസൂലിഹി. അബ്ദുല്ലാഹി ഇബ്നു റവാഹത്തെ ഞാൻ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു. ആ കൽപ്പനക്ക് ഉടനെ തന്നെ നീ വഴിപ്പെട്ടു. അവിടെ ഇരുന്നാൽ വഅദ് കേൾക്കൂല എന്ന നിലയ്ക്ക് ഈ മദീനത്തേക്ക് ചന്തിട്ട് നിരങ്ങിയിട്ട് വന്നു. എന്റെ മജ്ലിസിൽ വന്ന് പങ്കെടുത്തു. അല്ലാഹു തആല അവന്റെ ഹബീബായ നബിക്ക് വഴിപ്പെടാനുള്ള അലച്ച നിനക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹുവും റസൂലിന് വഴിപ്പെടാനുള്ള അത്യാഗ്രഹം നിനക്കല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ട് ദുആ ചെയ്തത് നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? അത് എനിക്ക് ബാധകമല്ല. പള്ളിയിലെ ഖതീബ് ഈ മഹല്ലത്തിലെ മുഴുവൻ ജനങ്ങളോട് പള്ളിയിൽ നിന്ന് ഇജ്ലിസൂ എന്ന് പറഞ്ഞാൽ തോട്ടത്തിന് കൃഷിക്ക് വെള്ളം കൊടുക്കൊന്നും വേണ്ട, ഇവിടെ ഈ റോട്ടുമുണ്ടായി അങ്ങോട്ട് കിടക്കുക.
അല്ലെങ്കിൽ ആ ഇരിക്കാൻ പറഞ്ഞത് എന്നോടല്ലാന്നും അതവിടെ ആ സദസ്സിൽ പോയ ആൾക്കാരോടാണെന്ന് പറയില്ലേ? നമ്മളെ സ്ഥിതി അതാണ്.